ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ തിരിച്ചുള്ള യാത്രയാണ്. ഞങ്ങളുടെ സമയം 5:10. നമ്മൾ 4:00 എഴുന്നേറ്റു. എന്നിട്ട് 5 മണിക്ക് വിടാമെന്നാണ് വിചാരിച്ചത്. നമ്മളെല്ലാം റെഡിയായി. ഇപ്പം ജസ്റ്റ് ഇനി ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇന്നലെ തന്നെ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ട് വണ്ടിയിൽ വെച്ചു. ഇപ്പം ഒന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുപോകാനൊന്നുമില്ല. കൺമണി ഉറങ്ങുകയാണ്. അങ്ങനെ തന്നെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു, റെഡി ആയിട്ടുണ്ട്. നമ്മൾ വരുമ്പം തിരുനെൽവേലിയിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോകുമ്പം ഞങ്ങൾക്ക് മധുര മീനാക്ഷി കണ്ടിട്ട് പോകാനായിരുന്നു പ്ലാൻ. ഒരു ദിവസം മധുരയിൽ സ്റ്റേ ഉണ്ടായിരുന്നു പ്ലാനിൽ. പക്ഷേ ആ പ്ലാൻ ഞങ്ങൾ ഇപ്പം ഡ്രോപ്പ് ചെയ്യാണ്. കാരണം ഇത് അയ്യപ്പസ്വാമി സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പിൾ വിസിറ്റ് അത്ര ഈസി അല്ല എന്ന് തോന്നി. പിന്നെ ആണെങ്കിലും അതാണ് ഒരു കാരണം കേട്ടോ. മെയിൻ കാരണം അയ്യപ്പസ്വാമി സീസൺ ആയതുകൊണ്ടാണ്. പിന്നെ അശ്വിൻ പറഞ്ഞു നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള ഒരു റീസൺ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, എല്ലാം തീർത്തിട്ട് പോകാൻ പാടില്ല. അങ്ങനെ മധുര മീനാക്ഷി ഞങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാണ്. ഇനി വരുമ്പോഴുള്ള പ്ലാനിൽ അത് ഇൻക്ലൂഡ് ചെയ്യായിരിക്കും. അങ്ങനെയൊക്കെ കറക്റ്റ് ഒരാഴ്ചയായി. ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പം ബുധനാഴ്ചയാണ്. ഇവിടെ ചെക്ക് ഇൻ ആയതും കഴിഞ്ഞ ബുധനാഴ്ചയാണ്. അപ്പം കറക്റ്റ് 1 വീക്കായി ഇവിടെ ട്രിവാൻഡ്രത്ത്. അപ്പം നല്ലൊരു അമേസിങ് ഡേയ്സ് ആയിരുന്നു. നല്ല സ്റ്റേ ആയിരുന്നു. ഒത്തിരി എക്സ്പെൻസീവ് അല്ല, പക്ഷേ ചെറിയൊരു എന്താ പറയുക, വളരെ അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നല്ലൊരു സ്റ്റേക്കേഷനും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ കേട്ടോ. അപ്പം നമുക്ക് ഓരോ വിശേഷങ്ങളായിട്ട് കണ്ടുകൊണ്ട് പോകാം. ഞങ്ങൾ പോകുന്നതും സെയിം റൂട്ടാണ്, 1000 കിലോമീറ്റേഴ്സ് തന്നെയാണ്, നാഗർകോവിൽ വഴി. അപ്പോൾ നമുക്ക് അന്ന് കാണാത്ത കാര്യങ്ങളും പുതിയ എക്സ്പീരിയൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കണ്ണ് നല്ല ഉറക്കാണ് കേട്ടോ. അപ്പം ഇന്നലെ തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കിടത്തിയതാണ്, കുളിപ്പിച്ചിട്ട് ഇങ്ങനെ തന്നെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ റെഡിയായി. അശ്വിൻ റെഡിയായിട്ട് ആ ലാസ്റ്റ് മിനിറ്റിൽ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ഒരു ബാത്റൂമിൽ പോകുന്നുണ്ടല്ലോ, അതാണ്. എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. കാരണം ഇനിയിപ്പോൾ എവിടെയെങ്കിലും പമ്പിലൊക്കെ നിർത്തണ്ടേ. നമുക്ക് ഇന്നലെ തന്നെ പാക്കൊക്കെ ചെയ്ത് വണ്ടി കൊണ്ടുവച്ചുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റിട്ട് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. ഇന്നലെ രാത്രി ഇട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയൊക്കെ ഞാൻ ഇന്നലെ തന്നെ പെരക്കി വെച്ചു. പിന്നെ അത് മാത്രമല്ല, പക്ഷെ എന്നാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര ഡൗട്ടാണ് കേട്ടോ. എന്തോന്നും ഞാൻ അവിടെ വിട്ടു. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും വിട്ടു എന്ന് തന്നെ തോന്നി എനിക്ക്. പക്ഷെ വിട്ടിട്ടുണ്ടാവില്ല, ഞാൻ അങ്ങനെയൊന്നും മറന്നു വയ്ക്കില്ല. എന്നാലും അതെനിക്ക് ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ഞാനിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ എന്ന്. നമുക്ക് അശ്വിനും വന്നു, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. സിറ്റി ഉണർന്ന് വരുന്നതേ ഉള്ളൂ. കാരണം ഇത്ര രാവിലെ നമ്മൾ ട്രിവാൻഡ്രം സിറ്റീൻ്റെ അകത്ത് കൂടെ പോകുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ചില ചായക്കടകളൊക്കെ തുറന്നു വന്നിട്ടുണ്ട്. നമ്മളിപ്പം നാഗർകോവിൽ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 6 മണി. ബാംഗ്ലൂർ എത്ര മണിക്ക്? 6 o'clock. 6 മണിക്ക് ബാംഗ്ലൂർ എത്തുന്നുള്ള ഒരു ഇതാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ പോകുന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങൾക്കൊരു 4 മണിക്കൂറിൽ പോവാം, ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ. പിന്നെ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. തുംകൂറിലാണ് സാധാരണ കുറച്ച് ട്രാഫിക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. അപ്പോൾ നോക്കണം. ഒരു 10 മണി 11 മണിയാകുമ്പോഴേക്കും എന്തായാലും നമ്മൾ വീട്ടിലെത്തുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. Left Trivandrum and I feel bad. Even I too feel so bad. It's like 1 week. Exactly 1 week. The same room, same people. നമ്മുടെ ഹോട്ടലിലെ ആൾക്കാരൊക്കെ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ നല്ല കമ്പനി ആയിരുന്നു. No problem, we'll come again. എനിക്ക് എപ്പോഴുള്ളതാണ് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് എനിക്ക്.
അശ്വിനും ഇടയ്ക്ക് ഇനി അശ്വിൻ തിരിച്ചു പോയിട്ട് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ, എന്നാലും അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നില്ലേ, അത് അടിപൊളിയായിരുന്നില്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഞാനത് വല്ലാണ്ട് പ്രകടിപ്പിക്കുന്നൊരു സ്വഭാവമാണ്. അതായത് വിഷമമാണ്, പക്ഷേ എനിക്ക് തിരിച്ചു പോകണം, അങ്ങനെ ഒരു ഫീലിംഗ് ഞാനിങ്ങനെ എക്സ്പ്രസ് ചെയ്യും. പക്ഷെ അശ്വിൻ എൻ്റെ അത്ര എക്സ്പ്രസ് ചെയ്യില്ലെങ്കിലും ഇപ്പോൾ തിരിച്ചവിടെ എത്തിയ ഉടനെ പറയാൻ തുടങ്ങും, ഇന്ന ദിവസം നമ്മൾ ഇതൊക്കെ ചെയ്യുമായിരുന്നല്ലേ, ഈ ഒരു ടൈമിൽ നമ്മൾ അന്ന് ആ ഹോട്ടലിലായിരുന്നില്ലേ, ആ സിറ്റി റൈഡിലായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അശ്വിൻ അങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ നമുക്ക് സങ്കടമുണ്ട്, പക്ഷെ നമ്മൾ തിരിച്ചു വരും. കാരണം നമ്മൾ തിരിച്ചു വരണ്ട എങ്ങോട്ട് പോകാനാ അല്ലേ ഷോ, വേർ എൽസ് വി ക്യാൻ ഗോ, ബിക്കോസ് നಮ್ದು ലൈക്ക് അൾട്ടിമേറ്റ് പ്ലാൻ വിൽ ബി കേരള ഓൺലി. നമ്മൾ ഏതെങ്കിലും ഒരു ട്രിപ്പൊക്കെ എനിക്ക് തോന്നുന്നു വേറെ സ്റ്റേറ്റിലേക്കൊക്കെ പ്ലാൻ ചെയ്താലും ഞങ്ങൾ usually we visit every place at least twice. അത് മാത്രമല്ല ഷോ, ലൈക്ക് നൗ മെയിൻ റീസൺ ഈസ് ലൈക്ക് ഫുഡ് ആൻഡ് ക്ലൈമറ്റ്. നമുക്ക് വേറെ സ്റ്റേറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാനേ ബുദ്ധിമുട്ടല്ലേ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ഫോർ അസ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ പിന്നെയും നമുക്കൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആൻഡ് വിൽ നെവർ ഗെറ്റ് ബോർഡ്. ഇപ്പോൾ കൊച്ചിനാണെങ്കിലും ട്രിവാൻഡ്രം നമുക്ക് ഫീൽ ആവുന്നുണ്ട്, കാരണം നമ്മളിനി വീണ്ടും വരണം എന്നുള്ളൊരു ഫീലുണ്ട്. അതുകൊണ്ട് തന്നെ അശോ ഇനി പ്ലീസ് ನಾವು ಹೋಗಿರೋದು ಯು ಫೆಲ್ ಲೈಕ್ ಇನ್ನೊಮ್ಮೆ ಹೋಗೋದು ಬೇಡ, I need to visit again ಅಂತ. Can you please? I never felt like that before because we used to plan the places like we have to keep visiting. ഇപ്പം നമ്മളിപ്പം തമിഴ്നാട്ടിലാണെങ്കിലും നമ്മൾ ഊട്ടി 3 അല്ലേ 3 or 4 times we visited ഊട്ടി. Nowadays it's so crowded. നമ്മൾ ഈ ഒരു ടൈം സ്കിപ്പ് ചെയ്യാൻ റീസണും അതാ, കാരണം ഈ ഒരു നവംബർ ടു ഫെബ്രുവരി ഭയങ്കര തിരക്കായിരിക്കും ഊട്ടിയിൽ. ഊട്ടി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഊട്ടിയിൽ ഫുഡ് 0 ആണ്. ഫുഡൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് ആരും പോകാൻ പാടില്ല. ഊട്ടിയിൽ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാം, നല്ലൊരു ഹോട്ടൽ ഇല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ എടുത്തിട്ട് അവിടുത്തെ ഫുഡ് കഴിക്കുന്നതാണ് ഇത് ബെസ്റ്റ് ഡിസിഷൻ എനിക്ക് തോന്നുന്നു. കാരണം ലാസ്റ്റ് ടൈം ഞങ്ങൾ തീരുമാനിച്ചത് അതായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തോട് ഇപ്പം താൽക്കാലികമായിട്ട് ഞങ്ങളൊരു ടെമ്പററി നമ്മൾ ബായ് പറഞ്ഞ് പോവാണ്. എന്നാലേ ഞങ്ങൾക്ക് വീണ്ടും വരാൻ പറ്റുള്ളൂ. ഇനി വരുമ്പം കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ജ്യോതി ഉണ്ട് ഇവിടെ, ജ്യോതിനെ കാണാനും ചേട്ടനെ കാണാനൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും എന്തായാലും വരുന്നതായിരിക്കും. അതെ അതെ. പിന്നെ അപ്പം അങ്ങനെ കൺമണിത നല്ല ഉറക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ കന്യാകുമാരി സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കന്യാകുമാരി നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ നമ്മൾ നാഗർകോവിൽ നമ്മൾ വന്ന വഴി തന്നെയാണ്. നമുക്ക് നോക്കാം. നമ്മൾ തിരുവല്ലം ടോളൊക്കെ കഴിഞ്ഞിട്ട് കോവളം റൂട്ടിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് കന്യാകുമാരി പോകുന്ന റോഡാണ്. നാഗർകോവിൽ എത്ര കിലോമീറ്റർ? 20 45. ഓക്കെ 45-50 കിലോമീറ്റർ ഉണ്ട് നമുക്ക് നാഗർകോവിൽ. അപ്പം ചെറുതായിട്ട് രാവിലെ മഞ്ഞൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എത്തി ഈ ടൗണാണ് തക്ലായി. ഈ തക്ലായിന്നാണ് നമുക്ക് ഒരു ലെഫ്റ്റ് ടേൺ വരുന്നത്. അതാണ് നമുക്ക് പത്മനാഭപുരം പാലസ് പോകാനുള്ളൊരു ടൗൺ കേട്ടോ. അത് ഞങ്ങൾ ജസ്റ്റ് പാസ്സായി. എനിക്ക് സ്ഥലം ശരിക്കും ആദ്യം മനസ്സിലായില്ല. ഞാൻ കുറച്ച് മുന്നേ തക്ലായി കണ്ടു, അപ്പോൾ ആ പേരൊരു കൺഫ്യൂഷൻ വന്നു. ഇതാണ് ആ ടൗൺ, തക്ലായി ടൗൺ. ഇവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോൾ പത്മനാഭപുരം പാലസ് വരും. ഈ ഒരു ടൗണിൻ്റെ പേര് പാർവതീപുരം എന്നാണ് കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രത്ത് വരുമ്പം ഈ പാർവതീപുരം എത്തുമ്പോൾ നമുക്ക് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കന്യാകുമാരിയിൽ പോകാം. ഇവിടുന്ന് 22 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ കന്യാകുമാരി. ഞങ്ങൾ ഇപ്രാവശ്യം കന്യാകുമാരി ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ പിന്നെ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കന്യാകുമാരി നടന്നില്ല. കന്യാകുമാരിയൊക്കെ നമുക്ക് നെക്സ്റ്റ് വിസിറ്റിൽ കവർ ചെയ്യാം. കന്യാകുമാരി, വർക്കല അതൊക്കെ. അപ്പം ഈ ഒരു ടൗണിൻ്റെ പേരാണ് പാർവതീപുരം. നിങ്ങൾ ആരെങ്കിലും ട്രിവാൻഡ്രത്തും കന്യാകുമാരി സൈഡിലൊക്കെ വരുമ്പം പാർവതീപുരം എത്തുമ്പോൾ
ലെഫ്റ്റിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് കന്യാകുമാരി പോവാം. ഒരു അരമണിക്കൂർ ദൂരം കാണിക്കുന്നുണ്ട്. കിലോമീറ്റർ വൈസ് 22 കിലോമീറ്ററാണ്. നമ്മൾ ഇപ്പോൾ 4 ലൈനിൽ കയറിട്ടോ. ഇത്രയും സമയം നമ്മൾ ചെറിയ സിംഗിൾ ട്രാക്കിലൂടെ വന്നുകൊണ്ടിരുന്നത്. നല്ല വലിയ വലിയ മലകളൊക്കെ കണ്ടുകൊണ്ട് ടോൾ ബൂത്ത് എപ്പോഴാണോ നമ്മൾ 4 ലൈനിൽ കയറുന്നത് അപ്പം ടോൾ ബൂത്ത് സ്റ്റാർട്ടാവും അല്ലേ? അതിന് മുന്നേ ടോൾ ബൂത്ത് സ്റ്റാർട്ടായി. വെള്ളമാടം ടോള് ഞങ്ങൾക്ക് 2000 അടുപ്പിച്ചായിട്ടോ. ഒരു സൈഡ് ടോള് എന്നെ അപ്ലോഡ് ಆಗಿರೋದೊಂದು ವಿಡಿಯೋ ಇತ್ತು. ಲೈಕ್ ದ ಫಸ್ಟ್ ಹಾಫ್ ಡೇ ಇನ್ ಟ್ರಿವಾಂಡ್ರಮ್ ಅಲ್ಲಿ. ಅದರಲ್ಲಿ ನೀನು ಹಾಡು ಹೇಳಿದ್ದಲ್ಲ, ಯು sang a song. They want you to sing a song again. ಈ ಟ್ರಿಪ್ಪಲ್ಲಿ ಹೇಳೋಣ. ಓಕೆ, ಈ ಟ್ರಿಪ್ಪಲ್ಲ. ಬಟ್ ನನ್ನ ವಾಯ್ಸ್ that's okay. Okay, we'll see. കണ്ണ് നല്ല ഉറക്കാണ് കേട്ടോ. ഞാനപ്പോൾ വിചാരിക്കും എനിക്ക് അതുപോലെ ഒരു സീറ്റും ഞാൻ ആ ഒരു ഏജ് ആണെങ്കിൽ എന്ത് സുഖമായിരിക്കും, ഇങ്ങനെ പൊതിച്ച് കിടന്നുറങ്ങാമല്ലോ. പക്ഷെ പുതപ്പും കാര്യങ്ങളും നമുക്ക് വേണ്ട. ആ സീറ്റിൽ ഇങ്ങനെ കിടക്കാണ് കേട്ടോ. തമിഴ്നാട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ പാടങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടോ. കണ്ടോ, അവിടെ ഒരു പക്ഷിയുണ്ട്. ഞാൻ ആ പക്ഷിനെ കണ്ടിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ കളറിന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഇതാ കൊക്കിൽ തന്നെ ഡിസൈനുള്ള കൊക്ക് ഞാൻ ആദ്യമായിട്ട് കാണാം. ഇത് കൊക്കല്ലേ? കൊക്കായിരിക്കുമല്ലേ? ആയിരിക്കും. അതുപോലെ ഈ ഹൈവേയിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അതായത് ഈ മലകളൊക്കെ കാണാം, അതുപോലെ കുറേ തെങ്ങിൻ തോപ്പും നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് നമ്മളൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഉറക്കമില്ലായ്മയൊക്കെയാണ് കേട്ടോ. അതായത് ഞാൻ എവിടെയെങ്കിലും യാത്ര പോകുന്നതിൻ്റെ അന്ന് തലേ ദിവസം രാത്രി ഞാൻ ഉറങ്ങുകയേ ചെയ്യില്ല. എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും എനിക്ക് ഉറക്കം വരില്ല. കാരണം എന്തൊക്കെയോ ആണ് അത്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ തിരിച്ചു പോവില്ലേ നമ്മളൊരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട്, അപ്പോൾ എനിക്ക് ഉറക്കം ഭയങ്കര ഉറക്കമാണ്. ഇന്നെനിക്ക് രാവിലെ എഴുന്നേക്കാനേ തോന്നില്ല. രാത്രി കിടന്ന് അപ്പം തന്നെ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഒക്കെ ഒരു മടിയായിരുന്നു. തിരിച്ചു പോകുമ്പം എനിക്ക് എപ്പോഴും ഇതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അതെല്ലാവർക്കും ഉണ്ടാവുമായിരിക്കുമല്ലേ, കോമൺ അല്ലേ? പക്ഷേ യാത്രകളെപ്പോഴും ഭയങ്കര മനോഹരമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയത് അശ്വിൻ്റെ കൂടെ കൂടിയതിന് ശേഷം. പിന്നെ നമ്മളങ്ങനെ എവിടെയും പോകാറൊന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് നമ്മുടെ ഒരു കോളേജ് ടൈമും പിന്നെ വീട്ടിലാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു ട്രാവൽ ചെയ്യുന്നൊരു ഇതൊന്നും അല്ല വീട്ടിൽ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എക്സ്പീരിയൻസ് തുടങ്ങിയത് തന്നെ അശ്വിൻ്റെ കൂടെയാണ് കേട്ടോ. പനകൾക്ക് പിറകിലായിട്ട് നമുക്ക് വിൻഡ് മിൽസ് കാണാൻ തുടങ്ങിയിട്ടോ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിതാ നാഗർകോയിൽ എത്തിയിട്ടുണ്ട്. റോഡ് അത്ര ശരിയല്ല, അതാണ് ഒരു ജമ്പ് ആവുന്നത്. പക്ഷെ എനിക്ക് എന്തോ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഞാൻ ഇതുവരെ കാണാതെ ഞാൻ ഇമാജിൻ ചെയ്ത ആ ഒരു സ്ഥലം അതുപോലെ തന്നെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? ആ ഒരു സന്തോഷമാണ് എനിക്കിപ്പോൾ ഉള്ളത്. കൺമണീൻ്റെ ഫേസിൽ വെയിലടിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന ഷെയ്ഡാക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ചെറിയൊരു ഷോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വെച്ചിട്ട് ഇത് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഓപ്പൺ ചെയ്. അങ്ങനെ കൺമണി ഫുൾ സെക്യൂർഡ് ആയിട്ടുണ്ട് അതിനകത്ത്. കൺമണിക്ക് ഇനി വെയിലടിക്കില്ല. എനിക്കാണ് വെയിലടിക്കുന്നത്. എനിക്ക് വെയിലടിക്കുന്നു. എന്നെ ആരും കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. വൈ? She's sleeping.
ലാസ്റ്റ് അശ്വിൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അശ്വ why you don't let me drive when we are going somewhere? So what about that? Like time management to make. അവൻ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി അവനത്രയും സ്പീഡിൽ ഞാൻ ഓടിക്കില്ല. പിന്നെ അത് മാത്രമല്ല അവൻ എൻ്റെ അടുത്ത് പറയും അവന് വെറുതെ ഇരിക്കാൻ മടിയാ. അതുപോലെ തന്നെ പിന്നെ നീ എൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി, നീ ഒന്നും ചെയ്യണം, നീ ഇരുന്ന് സംസാരിച്ചാൽ മതി, വായി കൂട്ടാതെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി അവൻ പറയും. ಈ ನಾಗರಕೋಯಿಲ್ കാണുമ്പോൾ ಬೇರೆ ಯಾವುದೋ ಊರು ಥರ ಇಲ್ವಾ ಅಶ್ವು? ಬೇರೆ ಯಾವುದೋ ಕಂಟ್ರಿ ಥರ ಇಲ್ವಾ? ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു നാടിൻ്റെ ഒരു ഫീൽ ചെയ്യില്ല, വേറെ ഏതോ ഒരു ഫോറിൻ കൺട്രിയൊക്കെ പോലെ തോന്നുക. കാരണം ഇത്രയും വിൻഡ് മിൽസും കാര്യങ്ങളൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഇതുവരെ, എവിടെയും ഇല്ലാതാനും. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ അതിവിടെ നാഗർകോയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പറയണേ. ഞാൻ അന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നാഗർകോവിൽ ആ സൈഡിൽ നിന്ന് വരുന്ന ഹൈവേയിൽ നിന്ന് ഇറങ്ങിയിട്ട് NH44 അല്ലേ, NH44 അല്ലേ NH44 നമ്മൾ എൻട്രി ആയിട്ടോ. ഇതാണ് ശ്രീനഗർ കന്യാകുമാരി ഹൈവേ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ദി ലോങ്ഗസ്റ്റ് ഹൈവേ റൂട്ട് ഇൻ ഇന്ത്യ ആണ്. മോർ ദാൻ 3000 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഞങ്ങളാണെങ്കിലും കൂടുതൽ ഇപ്പം ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു ഹൈവേയിൽ കൂടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ വിരുദ്ധനഗറിൽ ടെമ്പിൾ സിറ്റി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ, ഒരു വെജ് ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കാരണം നമ്മൾ ഈ സമയം എവിടെയും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല, നല്ല ഹോട്ടൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഹൈവേയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. നമുക്ക് അവിടെ കുറച്ച് മുന്നേ യൂ ടേൺ ഉണ്ട്. അങ്ങനെ നമ്മൾ ആ യൂ ടേൺ എടുത്തിട്ട് ഇവിടെ കഴിക്കാൻ വന്നു. ഇവിടുന്ന് മധുര മീനാക്ഷി ടെമ്പിൾ 37 കിലോമീറ്റർ, അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം എത്ര കിലോമീറ്റർ ആണെന്നൊക്കെ. ഡിണ്ടിഗൽ വന്നിട്ട് 84 കിലോമീറ്റർ ഉണ്ട്. മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ അടുത്താണ് കേട്ടോ ഈ വിരുദ്ധനഗർ. ഇത് കഴിഞ്ഞാൽ പിന്നെ 37 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ലൈറ്റായിട്ട്. അശ്വ എന്താ കഴിക്കുന്നത്? ഇഡ്ലി വട, പിന്നെ നല്ല കോഫി കുടിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം കൺമണിക്കൊരു ചെറിയ ഒരു പ്ലേ ഏരിയ പോലെ, വലിയതൊന്നും അല്ല, അവൾ ബിസിയായി. ഇഷ്ടമായോ? ഇഷ്ടമായോ? താഴെ പോയോ? പേടിയായോ? കൺമണിക്ക് ഇതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. സ്ലോ അല്ലേ? ഇവിടെ ഉണ്ടല്ലോ ഈ എൻട്രൻസിൽ തന്നെ കുഞ്ഞുങ്ങളുടെ കണ്ണ് പൊട്ടിക്കേണ്ട കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു കൊടേൻ്റെ ഷേപ്പിൽ അതിനകത്ത് ആ ജീരക മിഠായി പോലെ ഉള്ളത്, പിന്നെ ബാഗ്, ഇതിനൊക്കെ 200-250 രൂപയൊക്കെയാണ്. ഇവളുടെ കണ്ണ് അതിലേക്ക് മാത്രമാണ് പോയിട്ടോ. അങ്ങനെ ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. കാരണം അവൾ എന്ത് കാണിച്ചിട്ടും വരാൻ റെഡി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു. കണ്ണോ, ഇനി ആ മിഠായി വേണ്ട? ഐസ്ക്രീം വാങ്ങിക്കാം, കുഴപ്പമില്ല, മിഠായി വാങ്ങിക്കണ്ട. നാളെ വാങ്ങാം. ഞാനൊരു മസാല ദോശയും പക്ഷെ ഒരു പ്ലെയിൻ ദോശയാണ് പറഞ്ഞത്. മസാല ദോശയുടെ കൂടെ വന്ന് ചട്നിയൊക്കെ നല്ല അടിപൊളി ചട്നിയാണ് കേട്ടോ. അതിലൊരു പുതിന ചട്നി ഉണ്ട്. പിന്നെ ഇത് വേറൊരു ചട്നി, റെഡ് കളർ, അതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കൺമണിക്ക് പ്ലെയിൻ വട. നമ്മൾ വട ഡിപ്പ് പറഞ്ഞു. ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ വട ഡിപ്പ് ഭയങ്കര ഇഷ്ടം. അത് വേണ്ടേ? കൺമണിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞ് കൺമണി വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. കൺമണിക്ക് വട വേണ്ട, കൺമണിക്ക് ഐസ്ക്രീമും ക്യാൻഡിയോ വേണ്ടതെന്ന് പറഞ്ഞിട്ട് കണ്ണ് വഴക്കിടുന്നു. അപ്പോൾ അമ്മാമൻ എന്താ പറഞ്ഞേ? അമ്മ വഴക്ക് പറഞ്ഞില്ലേ? ഫുഡ് കഴിക്കാൻ പറഞ്ഞില്ലേ? വിൻഡ് മിൽസ് കൊണ്ടുപോകുന്നുണ്ടോ? നമ്മളിപ്പോൾ ഡിണ്ടിഗലൊക്കെ എത്തി. ഡിണ്ടിഗലിൽ നിന്ന് കൊടൈക്കനാൽ വളരെ അടുത്താണ് കേട്ടോ. ഡിണ്ടിഗലിൽ നിന്നൊരു 80 കിലോമീറ്റർ ഉള്ളൂ കൊടൈക്കനാലിന്.
അശു പറഞ്ഞു നെക്സ്റ്റ് ടൈം എന്നെ കൊടൈക്കനാൽ കൊണ്ടുപോകാൻ അല്ലേ അശു? Next time we'll plan like in the summer. ಸಮ್ಮರಲ್ಲ ಸಮ್ಮರಲ್ಲಿ ತಾನೇ ಅಲ್ಲಿ ಚಿಲ್ ಆಗಿರುತ್ತೆ. ಸಮ್ಮರಲ್ಲಿ ಅಂದ್ರೆ ಲೈಕ್ ಒಂದು ಮಾರ್ಚ್. ಅಯ್ಯೋ ಮಾರ್ಚಲ್ಲಿ ಎಷ್ಟಿರ್ಬೋದು? ಒಂದು 10 to 15 ಇರ್ಬೋದು. ಇಟ್ಸ್ ಗುಡ್. ನಮ್ಮ ಕಡೆ ಎಲ್ಲ ಇರುತ್ತೆ more than 35 plus. അതെ അങ്ങ് ನೋಡುವಾಗ ಬೆಟರ್. അതെ ഇവരുടെ നാട്ടിലോട്ട് actually that's a good time to come there. അതെ ನಾವು ಆ ಟೈಮಲ್ಲಿ ಬರೋಣ. മാർച്ച് ആദ്ಮೇಲೆ ಬರೋಣ, ಏಪ್ರಿಲ್. കണ്ണു ഡ്രോയിങ് ചെയ്യണം. ഇത് മമ്മ ഡ്രോ ചെയ്യാം. കണ്ണെന്താക്കും? പെയിന്റ് ചെയ്യണം. ചെയ്യോ? Oh. This is a stress buster, you know. എനിക്കിത് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചെയ്യാൻ. കണ്ണൂരിൽ നമ്മൾ പോകുന്ന വഴി ഇതുപോലത്തെ 2 ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് പെയിൻറ്റിങ് ബുക്കാണ്. ഈ ഡോട്ട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോട്ട്സ് ചെയ്യാൻ നമുക്ക് അറിയില്ല, കാരണം നമുക്ക് അങ്ങനെ ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അല്ല ലെറ്റേഴ്സ് എന്നല്ല, ഡിജിറ്റ്സ് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വരച്ചു കൊടുക്കാം, പിന്നെ അവൾ വേണമെങ്കിൽ ഇരുന്ന് പെയിൻറ്റ് ചെയ്യാമല്ലോ. ഞാനാണെങ്കിൽ ബോറടിച്ച് ഉറക്കം തൂങ്ങിയിരിക്കുക. അപ്പോൾ വിചാരിച്ചു ഇത് ഇങ്ങനെ ചെയ്യാം. നമ്മളുണ്ടല്ലോ എവിടെ പോകുമ്പോഴും ഇതുപോലെ ഒരു 5 ലിറ്ററിൻ്റെ ബോട്ടിൽ വാങ്ങിക്കും കേട്ടോ. എന്നിട്ട് അത് ഫില്ല് ചെയ്യാറാണ് സാധാരണ. വെറുതെ കുപ്പി നമ്മൾ വാങ്ങിച്ചിട്ട് ഈ 1 ലിറ്ററിൻ്റെ ബോട്ടിലൊന്നും വാങ്ങിച്ചാൽ നമുക്ക് എവിടെയും മുതലാവില്ല. പിന്നെ അത് മാത്രമല്ല കുപ്പിയും വേസ്റ്റായിട്ട് കളയണ്ടല്ലോ. ഇതുപോലത്തെ ബോട്ടിലാണ് നമ്മൾ വാങ്ങിക്കുക. ഇനിയിപ്പോൾ ഈ ബോട്ടിൽ നമ്മൾ സൂക്ഷിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് കുറേ ട്രിപ്പിന് നമുക്ക് ഇത് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഫിൽറ്റർ വെള്ളം ഫില്ല് ചെയ്തിട്ട് പോകാറുണ്ട്. ഈ തവണ നമ്മൾ 2 ബോട്ടിൽ വാങ്ങിച്ചു. വീട്ടിൽ ഫില്ല് ചെയ്യാൻ ഞങ്ങളുടെ അടുത്ത് ബോട്ടിൽ ഉണ്ടായിരുന്നില്ല. സേലം എത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ സേലം ഇനിയൊരു 22 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഇളനീരിൻ്റെ ഷോപ്പ് കണ്ടു. ഇളനീര് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം കോഫി കുടിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു കോഫി വേണ്ട, കോഫി കുറച്ച് വൈകുന്നേരം, നല്ല ചൂടല്ലേ, സമയം 1:15. പിന്നെ ഞങ്ങൾക്ക് വിശക്കുന്നില്ല, ലഞ്ച് കഴിക്കണമെങ്കിൽ വിശക്കുന്നുമില്ല. അതുകൊണ്ട് ഇളനീര് കുടിക്കാം. ഇളനീര് കുടിച്ചിട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പം എന്തെങ്കിലുമൊക്കെ ലഞ്ചായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഇളനീര് കൊണ്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് കുടിക്കാമെന്ന്. ഇളനീര് അങ്ങനെ നമ്മൾ സേലം എത്തിയിട്ടുണ്ട്. സേലം ഇവിടുന്ന് നമുക്കൊരു ഹൈവേ കിട്ടും. അതാണ് കോയമ്പത്തൂർ, ഈറോഡ്, പാലക്കാടൊക്കെ പോകാൻ നമുക്ക് സേലത്തിനാണ് തിരിഞ്ഞു പോകേണ്ടത്. അല്ലേ അശു? ನಾವು ಲಾಸ್ಟ್ ಟೈಮ್ ಕೋಟೆಮ್ ಹೋಗುವಾಗ ಈ ಸೇಲಮಿಂದ ವಿ ಟುಕ್ ದಟ್ ಲೆಫ್ಟ್ ಅಲ್ಲೇ ಹೈವೇ ಮೇಲೆ ಫ್ಲೈಓವರ್ ಹತ್ತಿ ಹೋಗ್ಬೇಕು. ಫ್ಲೈಓವರ್ കിട്ടും. യെസ് ഈറോഡ്, കോയമ്പത്തൂർ, വാളയാർ, പാലക്കാട്, അങ്ങനെ. ഈ ഒരു ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ റഷും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. വൈകുന്നേരം അല്ലേ നമ്മൾ ഗോയിങ് ട്രിവാൻഡ്രം, നമ്മൾ സേലം റീച്ച് ആകുന്നത് ഈവനിങ് അല്ല. സോ ചിലപ്പോൾ ട്രാഫിക് ഇത്തല്ല. ഇന്നിപ്പോൾ ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് ಸೇಲಂ കഴിഞ്ഞു. ಎಲ್ಲಿ ಟ್ರಾಫಿಕ್ ಇತ್ತು ಅಂದ್ರೆ ಆಲ್ಮೋಸ್ಟ್ ಬ್ಯಾಂಗ್ಳೂರ್ ಸೈಡ್. ಅದೇ ಮತ್ತೆ ಅಲ್ಲಿ ತುಪ್ಪೂರ್ ಘಾಟ್ಸ್ ಅಲ್ಲಿ ನಾವು ಸ್ಟಕ್ ಆಗಿದ್ವಿ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തുപ്പൂർ ഘാട്സ് ഒക്കെ കയറി കൃഷ്ണഗിരി കയറി ഹൊസൂർ പോയി ബാംഗ്ലൂർ പോയി ബാംഗ്ലൂരിൽ നിന്ന് നെലമംഗല വഴി ദാവൺഗിരി. ഇതാണ് നമ്മുടെ റൂട്ട്. ഇന്ന് വലിയ വെയിലൊന്നുമില്ല കേട്ടോ, ക്ലൗഡിയാണ് കുറച്ചുകൂടി. ഈ ടോൾ പ്ലാസയുടെ പേരും പാളയം ടോൾ പ്ലാസ എന്നാണ് കേട്ടോ. ഷോ റിമെമ്പർ പാളയം. ട്രിവാൻഡ്രം പാളയം കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പാളയം കണ്ടത് എവിടെയാണ്, ഇത് കൃഷ്ണഗിരി തൊപ്പൂർ ഘാട്സ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ടോളാണ് കേട്ടോ. തൊപ്പൂർ ഘാട്സിൽ ഇന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു, ഒരു വലിയ ലോറി മറിഞ്ഞിട്ട്. ಈ ಚಾಟ್ಸ್ ತಿಂತೀಯಾ, ಊಟ ಮಾಡ್ತೀಯಾ? ಊಟ ಮಾಡೋಣ ಅಲ್ವಾ? ഇവിടെ തൊപ്പൂർ ഘാട്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാംഗ്ലൂർക്ക് വരുമ്പം ലെഫ്റ്റ് സൈഡിൽ
സായി സംഗീത് എന്നാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. ഇവിടെ ഹോട്ടലുണ്ട്, പ്ലസ് അവർക്കൊരു ചാട്ട് ഷോപ്പുണ്ട്, പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കോഫി ഡേ ഉണ്ട്, പിന്നെ ഒരു ഫലൂദ ഷോപ്പുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു മോമോസിൻ്റെ ഷോപ്പുണ്ട്. അങ്ങനെ കുറേ ഫുഡ് കൺമണി അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. പോയി കഴിച്ചിട്ട് നോക്കാം ലേശു എങ്ങനെയാ. പിന്നെ ഇവിടെ പെട്രോൾ ബങ്ക് ഉണ്ട്. സൗത്ത് ഇന്ത്യൻ താലി ഓർഡർ ചെയ്തു കേട്ടോ. ഒരുപാട് കറികളുണ്ട്. എത്ര 150 155. ആ, പപ്പടം ഉണ്ട്, ഒരു ചപ്പാത്തിയും കുറേ കറിയുണ്ട് കേട്ടോ. ചോറ് വരുന്നത്ര. കൺമണിക്ക് അവിടെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് ഉണ്ട്, അത് കഴിക്കാം. പക്ഷെ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ല ഇഷ? നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല കറിയാണ് കേട്ടോ. ഇതിലെന്തൊക്കെയുണ്ട് എനിക്ക് കറിയുടെ പേരൊന്നും പറയാറില്ല, കാരണം പെട്ടെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല കറി എന്തൊക്കെയാണ്. പക്ഷെ ടേസ്റ്റ് മാത്രം നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്താ വാങ്ങിച്ചേ? കൺമണി ഐസ്ക്രീമിന് വേണ്ടി കരഞ്ഞപ്പോൾ. ഇതെന്താ ഫ്ലേവർ? സ്വിസ് ക്രീം കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ കേട്ടോ. We had food. Food was really good. Food was really good in Sai Sangeet. Bakery service is also very good. Good products. And Actually, their own products. All the bread, everything. Okay, they do all the breads and all. They by their own baking. But ഞാൻ വാങ്ങിച്ചില്ല because അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാ. It's 15 to 19. And we didn't take anything because we have to travel the whole day. So if anybody traveling in this way, please try this. Let's leave. So good അല്ല? നമ്മൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയതല്ലേ, അപ്പോൾ 12 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു 700 കിലോമീറ്റർ യാത്ര ചെയ്തു കേട്ടോ. അപ്പം ഞങ്ങളിത് ബാംഗ്ലൂർ ബൊമ്മസാന്ദ്ര മെട്രോ ഒക്കെ കാണാൻ തുടങ്ങി. ഇവിടെ എത്തിയിട്ടുണ്ട്. ടയേർഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടയേർഡാണോ അശ്വിനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അശ്വിൻ പറയണം. പിന്നെ ഫുഡ് ഭയങ്കര ഹെവി ആയിരുന്നു അല്ലേ? ആ ഫുഡ് ഭയങ്കര ഹെവി ആയിരുന്നു. ഇടയ്ക്ക് എനിക്കുണ്ടല്ലോ ആ ഫുഡ് കഴിച്ചിട്ട് ഭയങ്കര ഉറക്കം വരും. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സാധാരണ ഞാൻ അങ്ങനെ ഉറങ്ങുന്നതല്ല അല്ലേ യശോ? ഞാൻ യൂഷ്വലി ട്രാവലിംഗ് അല്ല, ഐ ഡോണ്ട് സ്ലീപ്പ്. ഇന്ന് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഉറക്കം. ഞാനൊരു 20 മിനിറ്റ് ഉറക്കുന്നല്ല, ഞാനിങ്ങനെ സീറ്റിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ തൂങ്ങി ഒരു 20 മിനിറ്റ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. തൂർസി മൽബുട്ടെ ഒരു 20 മിനിറ്റ് ഞാനിങ്ങനെ ജസ്റ്റ്. ആ സമയത്ത് അശ്വിനെ കൺമണി എൻ്റർടൈൻ ചെയ്തു അല്ലേ യശോ? കൺമണി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കൺമണി എൻ്റർടൈൻ ചെയ്തു അശ്വിനെ. അങ്ങനെ എനിക്ക് ചെറിയൊരു നാപ്പ് കിട്ടി. പക്ഷെ ആ ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് മീൽസ് അല്ലേ, ആ മീൽസ് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം. പിന്നെ ഐസ്ക്രീം എല്ലാം കഴിച്ചില്ലേ യശോ? സ്വീറ്റ് എല്ലാം കഴിച്ചില്ലേ? നാളെ എന്താ ഫുൾ സ്ട്രിക്റ്റ് ഡയറ്റ് ലേശം? ഞാനും ഐ വിൽ ഓൾസോ ട്രൈ. ഐ വിൽ ട്രൈ സം. കൺമണി വ്ലോഗ് ചെയ്യാണേ. യെസ്, കൺമണി വ്ലോഗ് ചെയ്യുന്നുണ്ട്. കാണിക്കൂ, വീഡിയോ കാണിക്കൂ, ഇങ്ങനെ ചെയ്യുന്നത് കാണിക്കൂ, ഇങ്ങനെ തിരിക്കൂ. കൺമണി വീഡിയോസ് എടുക്കുന്നുണ്ട്. വീഡിയോസിൽ എന്തെങ്കിലും പറയൂ. ആവ് വേണോ? വെള്ളം വേണോ? വേണ്ട. അപ്പം നാളെ മുതൽ അശ്വിൻ സ്ട്രിക്റ്റ് ഡയറ്റാണെന്നാണ് പറയണേ. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ വിചാരിക്കുന്നു. അറിയില്ല, എനിക്ക് വേണോ ഞാനൊരു 11 to 7. ಇಲ್ಲ 11 to 7 ನಾನು ಅದೇ ಮಾಡೋದು ಯೂಶ್ವಲಿ. 11 to 6 ಹಂಗೆ. ഒരു 6 o'clock രാത്രി ഡിന്നർ കഴിച്ചിട്ട് അടുക്കള പൂട്ടാം. അശ്വിന് എന്തെങ്കിലും, അശ്വിന് രാത്രി ഡിന്നറൊക്കെ വേണ്ടി വരും.
പക്ഷെ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ എന്തെങ്കിലും മാനേജ് ചെയ്യണം കുറച്ച് ദിവസം. കാരണം അത്രയും കാലറീസ് ഇൻടേക്ക് ആയിട്ടുണ്ട് ലക്ഷ്യം. അത്രയും കാലറീസ് പറയാൻ പറ്റാത്തത്രയും കാലറീസ് ഇൻടേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്യില്ല, എനിക്ക് മടിയാ, എനിക്ക് പേര്. ഞാനിപ്പം ചെക്ക് ചെയ്യില്ല, ഞാനൊരു 10 days ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യും. പിന്നെ അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ ഭയങ്കര ട്രാഫിക്കാണ്. മാപ്പ് ഫുള്ള് റെഡാണ് കാണിക്കുന്നത്. കാരണം വർക്കിംഗ് ഡേ അല്ലേ, ഒരു ഓഫീസ് ടൈമൊക്കെ അല്ലേ ഇത്. 5:45 സമയം. ഇതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഒട്ടുമേ ഇഷ്ടമില്ലാത്തത്. ഞങ്ങൾ ഒരിക്കലും പ്രിഫർ ചെയ്യാത്തൊരു സ്ഥലമാണ് ബാംഗ്ലൂർ. ഞങ്ങൾ വേറെ ഓപ്ഷൻ ഇല്ലാതെ ബാംഗ്ലൂർ വരുന്നത് അല്ലേ യശു? വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അത്രയും ഇപ്പം നമ്മുടെ ഫാമിലിയിൽ അടുത്ത് എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളുണ്ടെങ്കിൽ മാത്രം, ലൈക്ക് മഹേഷിൻ്റെ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് സൈഡിൽ എന്തെങ്കിലും ഒരു ഹൗസ് വാമിങ് അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വരാറുള്ളൂ. അല്ലാതെ ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ആരും വിസിറ്റ് ചെയ്യാൻ പോലും ഞങ്ങൾ വരാറില്ല. ഈ ഒരു ട്രാഫിക്കിൽ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് കോട്ടയത്തേക്കും കൊച്ചിയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു പോർഷൻ ട്രാവൽ ചെയ്തിട്ട് പോകും. അത്രേ ഉള്ളൂ ഞങ്ങൾക്ക്. ഹാഫ് ലൈഫ് ട്രാഫിക്കല്ലേ മുഖതോകത്ത്. നമ്മുടെ പകുതി ജീവിതം ഈ ട്രാഫിക്കിൽ തന്നെ കളയേണ്ടി വരും. എന്തോ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ബാംഗ്ലൂർ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. എനിക്കെന്തോ ആ ഒരു ഇതായിട്ട് ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതാണ്. അതിലൊരു അങ്കിൾ ഉണ്ട് മോനെ, അപ്പൂപ്പൻ ഐസ്ക്രീം കഴിച്ചിട്ട് അപ്പൂപ്പന് സുഖമില്ല. അതുകൊണ്ട് അപ്പൂപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അപ്പൂപ്പന് ചുമ വന്നു ഐസ്ക്രീം കഴിച്ചിട്ട്. കൺമണീൻ്റെ അടുത്ത് ഐസ്ക്രീം കഴിക്കരുതെന്ന് പറയാറില്ലേ? സൂചി വെക്കും. നമുക്ക് ഈ ഹൈവേൻ്റെ സൈഡിൽ ഒന്നും കാര്യമായിട്ട് നല്ല ഹോട്ടലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം തുംകൂറിൻ്റെ ഒക്കെ അടുത്ത് എത്താനാകുമ്പം ഇവിടെ ഒരു ഹോട്ടൽ നഞ്ചുണ്ടേശ്വര എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കൺമണിക്ക് ഒരു ദോശയായിട്ട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾ പറഞ്ഞ് വിശക്കുന്നേ. അങ്ങനെ ദോശ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. കൺമണി വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോയിൻസ് ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് 2 പ്രാവശ്യം അവൾ ചെക്ക് ചെയ്ത്. കണ്ണോ ഡാഡീൻ്റെ കയ്യിലുണ്ട്, ഗോ ആസ്ക് ഹിം. Go wash your hand and come. ഇതൊക്കെ പാനിപ്പൂരി വന്നതാ. ഞങ്ങളൊരു പാനിപ്പൂരി ഓർഡർ ചെയ്തു. അശ്വിനും കണ്ണും ഒരു ദോശയും പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ദാവൺഗിരി എത്തിയിട്ടോ. സമയം തയ്ച്ച 10:45 സമയം. ജസ്റ്റ് ഇതാ നമ്മൾ ഹൈവേന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങാണ്. ഇവിടുന്ന് നമ്മുടെ വീട് വളരെ അടുത്താണ് കേട്ടോ. ബൈപ്പാസിൻ്റെ വളരെ അടുത്താണ് നമ്മുടെ വീട്. ഇവിടുന്ന് ഒരു 200 മീറ്റേഴ്സ് ಅಷ್ಟೇ ಅಲ್ಲ, 250 മീറ്റേഴ്സ് ಅಷ್ಟೇ. അത്രേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ. നമ്മൾ ഈ ഒരു അണ്ടർപാസിൻ്റെ അകത്തൂടെ പോകണം. ഈ ഒരു അണ്ടർപാസ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് സിറ്റീൻ്റെ അകത്തേക്ക് നമുക്ക് എൻട്രി ആവാം കേട്ടോ. ആ എൻട്രൻസിൽ തന്നെയാണ് ഞങ്ങളുടെ വീട്. നമ്മളിതാ വീട്ടിൻ്റെ മുന്നിലെത്തിട്ടോ. എല്ലാവരും ഉറങ്ങി. പക്ഷെ ബ്രൗണി നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പം ബ്രൗണി കുരക്കാൻ തുടങ്ങും. കൺമണി നല്ല ഉറക്കാണ്. അവളൊരു ഹിരിയൂറൊക്കെ കഴിഞ്ഞപ്പോൾ അല്ലേ, ഹിരിയൂറൊക്കെ കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഞാൻ ഉറങ്ങട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അവൾ ഉറങ്ങി. നല്ല ഉറക്കാണ്. ഇനിയിപ്പോൾ ഇതുപോലെ കൊണ്ടേക്ക് എടുത്താം. അശ്വിൻ ടയേർഡായോ? റോഡ് ശരിയില്ല. ടയേർഡായോ? രാവിലെ 5 മണിക്ക് തുടങ്ങിയ ഡ്രൈവിംഗ് ആണ്. ഇപ്പം സമയം 10:30.
എത്ര മണിക്കൂർ ഓടിച്ചു അശു? So 12 plus 5? 17 hours. 17 and half 17 and half hours കണ്ടിന്യൂസ് ഓടിച്ചു. പക്ഷെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ബ്രേക്ക് എടുത്തു, വരുമ്പോൾ നമ്മൾ വിത്തൗട്ട് ബ്രേക്ക് 1000 കിലോമീറ്റേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് ഓടിച്ചിട്ട് വന്നു. അശ്വിൻ എന്നെ കൊണ്ട് ഓടിപ്പിച്ചില്ല, അവൻ ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവ് ചെയ്തു. പക്ഷേ നെക്സ്റ്റ് വീഡിയോ എന്താ, നമ്മുടെ നെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം. തിരിച്ച് നമ്മൾ വീട്ടിലെത്തി ഇനി പഴയതുപോലെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നത്തെ ഒരു വീഡിയോ കുഞ്ഞു ഡ്രൈവിംഗ് ആണ്, കുഞ്ഞൊരു ഡ്രൈവാണ്, കുഞ്ഞു ഡ്രൈവല്ല കുറച്ച് വലിയ ഡ്രൈവാണ്. നമുക്ക് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ മാക്സിമം ബോറടിപ്പിക്കാതാക്കിയിട്ട് ഒരു കുഞ്ഞു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഓടി വരുന്നതായിരിക്കും അല്ലേ അശു? അതുവരെ ബൈ ബൈ, താങ്ക് യു സോ മച്ച്. Bye bye. Thank you so much. Good night.